സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2024 2024 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 2024 വന്ന പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇത് 8 മാർക്ക് സ്കോറുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടത് വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ 8 മാർക്ക് ഫുള്ള് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. 2 കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് കോളം അതുപോലെ തന്നെ ഒരു ബാങ്ക് കോളമാണ് വേണ്ടത്. ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡുമാണ്. ഇനി ട്രാൻസാക്ഷൻസ് 1 by 1 ആയിട്ട് ഞാൻ വായിച്ച് ചെയ്യാം. 2021 ജനുവരി ഫസ്റ്റിനാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇവിടെ ബാലൻസ് ആണ്. അപ്പം ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ക്യാഷിൻ്റെ ബാലൻസ് ക്യാഷിലും ബാങ്കിൻ്റെ ബാലൻസ് ബാങ്കിലും എഴുതാം. 4000, ദെൻ ബാങ്ക് ബാലൻസ് 5000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ സെയിൽസ്. അപ്പം ക്യാഷിന് വിറ്റ് കിട്ടുക ചെയ്തത്, അതിൻ്റെ ഡേറ്റ് കാണിക്കുക January 3. സെയിൽസ് ക്യാഷ് കോളത്തിൽ എത്രയാണ് വിറ്റ് വരവ്, ആ വിറ്റ് വരുന്നത് ക്യാഷ് കോളത്തിൽ കാണിക്കുക 5000. ക്യാഷ് സെയിൽസ് 20,000. സെയിൽസ് 20,000 വരും. 20,000. ദെൻ അടുത്തത് ചെക്ക് റിസീവ്ഡ് ഫ്രം നൗഷാദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് ബാങ്കിലിട്ടു. അപ്പോൾ നൗഷാദിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടുന്നതായിട്ട് കാണിക്കുക. നൗഷാദ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു നൗഷാദാണ് അതിൻ്റെ എൻട്രി. നൗഷാദ് 6000. പിന്നെ ഇത് ബാങ്കിലിടുമ്പോൾ ആ സെയിം ഡേറ്റ് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്, ബാങ്ക് കോളത്തിൽ 6000. കോൺട്രാ എൻട്രി ആണത്. അതായത് ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും ഒരേ സമയം വന്നാൽ അത് കോൺട്രാ എൻട്രി ആണ്. അതിനെ C എന്ന് നോട്ട് ചെയ്യണം. ഇനി അത് ബാങ്കിൽ നിന്ന് അത്രയും തുക പോയി കഴിയുമ്പോഴത്തേക്കും, ക്യാഷിന് അത്രയും തുക പോയി കഴിയുമ്പം ബാങ്ക് ക്യാഷ് കോളത്തിൽ 6000. ഇത് കോൺട്രാ എൻട്രി ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക, C എന്ന് കാണിക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഷൈൻ എ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. കസ്റ്റമർ നേരിട്ടാണ് ബാങ്കിലേക്ക് ഇടുന്നത്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷൈൻ എന്നാണ് വരേണ്ടത്. അപ്പം ഷൈനിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ നിന്ന് അത്രയും തുക കൂടിയതായിട്ട് കാണിക്കുക 3000. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. ഇത് കോൺട്രാ എൻട്രി ആണ്. 10 ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്, കോൺട്രാ എൻട്രി. ബാങ്ക് കോളത്തിലത് കാണിക്കുക 4000. ബാങ്ക് കോളത്തിൽ 4000. ദെൻ ക്യാഷ് കോളത്തിൽ 10 തന്നെ ബാങ്ക് കോൺട്രാ എൻട്രി 4000. അപ്പം ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി ബാങ്കിലേക്ക് അത്രയും കൂടി. ഇനി പർച്ചേസസ് വരുമ്പോഴത്തേക്കും ക്യാഷ് പർച്ചേസാണ്. അതുകൊണ്ട് അത് ആ 4500 ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് ക്യാഷ് കോളത്തിൽ 14 ബൈ പർച്ചേസ് എന്ന് വരും. പർച്ചേസ് 4500. ഇനി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ഇതും കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് അത്രയും ക്യാഷ് വരുന്നു, ബാങ്കിൽ നിന്ന് കുറയുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് വരും. അപ്പോൾ ബാങ്കിൽ നിന്ന് അത്രയും പൈസ പിൻവലിച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് കോൺട്രാ 5000. അപ്പോൾ ബാങ്കിൽ നിന്ന് അത്രയും പോകും. ക്യാഷ് 16th ക്യാഷ് 5000 ബാങ്കിലത് കാണിക്കുക 5000. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് വിത്ഡ്രോ ഫോർ പേഴ്സണൽ യൂസാണ്. 18 ബിസിനസ്സിൽ നിന്നാണ് പിൻവലിക്കുന്നത്. അപ്പം ക്യാഷ് എന്തെന്തരം പോയതായിട്ട് കാണിക്കുക. ബൈ ഡ്രോയിങ്സ് എന്ന് വരും. പേഴ്സണൽ യൂസിന് വേണ്ടി പറഞ്ഞിട്ടില്ലേ, പേഴ്സണൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിന് 3000 രൂപ ഡ്രോയിങ്സ് എണ്ണത്തിൽ കുറഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് ആണ് ഇൻകം. അപ്പം 25 25 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ എന്നാണ് വരേണ്ടത്. അതിൻ്റെ എൻട്രി. അപ്പം കമ്മീഷൻ 1000. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കമ്മീഷൻ 1000 വരും. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്.
ഡേറ്റ് 31 ജനുവരി 31 ബൈ റെൻറ്റ് ബാങ്ക് കോളത്തിലാണ് ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് കോളത്തിൽ 1500 കുറവ് വരും ബാങ്ക് കോളത്തിൽ. ഇനി വീണ്ടും സാലറി പെയ്ഡാണ് അടുത്ത ട്രാൻസാക്ഷൻ. അപ്പം ഈ ഡേറ്റ് തന്നിട്ടില്ലെങ്കിലും സെയിം ഡേറ്റ് തന്നെയാണ്. സാലറി പെയ്ഡ് നമുക്ക് ഡേറ്റ് തന്നിട്ടില്ലെങ്കിലും സെയിം ഡേറ്റ് തന്നെ വരും. അപ്പോൾ ആ സെയിം ഡേറ്റിൽ സാലറി പെയ്ഡ് കാണിക്കുക. 31 ബൈ സാലറി ചെക്കായിട്ടൊന്നുമല്ല, ക്യാഷായിട്ട് തന്നെയാണ് സാലറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 6000. ഇനി ഡെബിറ്റ് ടോട്ടൽ രണ്ടിൻ്റെയും ക്യാഷ് കോളത്തിൻ്റെയും ബാങ്ക് കോളത്തിൻ്റെയും ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 36,000 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 18,000 വരും. ഈ ടോട്ടൽ ബാലൻസ് ഇവിടേക്ക് കൊണ്ടുവരിക. 36,000 18,000. ഇതിൽ നിന്ന് ക്രെഡിറ്റ് എല്ലാം കൂടെ കുറച്ച് കിട്ടുന്നതാണ് നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് ക്യാരിഡ് ഡൗൺ CD. അപ്പം ഇത്രയും 6000 വരെയുള്ളത് ഈ 36,000 നിന്ന് കുറച്ച് കിട്ടും. അത് എത്രയും വരെയുള്ള കൂട്ടിയെടുത്തിട്ട് അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 12,500 കിട്ടും. ഇത് കൂട്ടിയെടുക്കുക. ഈ 6000 4000 ഇത് കൂട്ടിയെടുക്കുന്നതല്ല 12,500 എന്ന് പറയുന്നത്. ഈ 6 4 10 4 14 3 17 6 23 23,000 36,000 നിന്ന് കുറച്ച് കിട്ടുമ്പോഴാണ് 23,500 36,000 കുറച്ച് കിട്ടുമ്പോഴാണ് അത് കിട്ടുന്നത്. ഇനി ഇവിടെ അങ്ങനെ തന്നെ എൻ്റെ ബാലൻസ് 11,500 വരും. ഇതാണ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുത്ത ഡേറ്റിലേക്ക്, അതായത് ജനുവരി 31 കഴിഞ്ഞ് ഫെബ്രുവരി 1 ആ സെയിം വർഷം ഫെബ്രുവരി 1 ഇത് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൻസർ കറക്റ്റാവും. ബാലൻസ് ബ്രോഡ് ഡൗൺ നമുക്കിപ്പോൾ കിട്ടിയ ബാലൻസ് 12,500 11,500 ഇത്രയും ചെയ്ത് വെച്ച് 8 മാർക്കാണ് സ്കോർ. 5 മിനിറ്റ് പോലും വേണ്ട ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. താങ്ക് യു.